ഇപ്പോൾ സ്ട്രോബെറി സീസൺ അല്ലേ, അപ്പോൾ പിന്നെ ഒരു സ്ട്രോബെറി ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കി നോക്കിയാലോ. ഇത് വാലന്റൈൻസ് ഡേ അന്ന് ഉണ്ടാക്കിയിട്ടുള്ളൊരു ചോക്ലേറ്റ് ബ്രൗണിയാണ് കേട്ടോ. ബ്രൗണിയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ബട്ടറും ചോക്ലേറ്റും കൂടിയിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് എഗ്ഗ് 1/1 ആയിട്ട് ഒഴിച്ച് കൊടുക്കുക. ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി ഇതിൽ മിക്സായി വന്നതിന് ശേഷം അടുത്ത എഗ്ഗും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ അതും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് പിന്നെ ഫ്ലോർ മിക്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് മൈദയും കൊക്കോ പൗഡറും ചേർന്നിട്ട് 1 കപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ചേർത്തിട്ട് കുറേശ്ശായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കുറേശ്ശേതായിട്ട് ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ബട്ടറും അതുപോലെ ചോക്ലേറ്റൊക്കെ പിശുക്കിയിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഒരു തിക്നെസ്സിൽ ഇത് വന്നിട്ടുള്ളത്. എന്നാലും നമ്മുടെ ബ്രൗണി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊരു 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് ഒക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഈ ഒരു ബ്രൗണിയുടെ മുകളിൽ ചോക്ലേറ്റ് ഗനാശ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ലൈൻസ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡെക്കറേഷനാണ്. അപ്പോൾ കാണാനും നല്ല അടിപൊളിയാണ്, അതുപോലെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സ്ട്രോബെറി കട്ട് ചെയ്തെടുത്തത് അത് ഇതുപോലെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കംപ്ലീറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ലുക്കായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സ്ട്രോബെറിയുടെ സീസണൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.